ഗൈസ്, കൊറിയൻ സ്കിൻ ടൈപ്പ് കണക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടും അതുപോലെ ക്ലിയർ ആയിട്ടും ഇരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, ഒന്ന് ക്ലിയർ സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ, അതേപോലെ സ്കിൻ ബ്രൈറ്റനിങ് ആക്കുന്നതിനുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് രണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ നമുക്കൊരു കൊറിയൻ സ്കിൻ ടൈപ്പ് ആ സെയിം ഇത് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 2 ബദാമും അതുപോലെ ഒരു കാഷ്യൂനട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടുമാണ് നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് പകരം നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് ഇവിടെ ഉപയോഗിക്കുന്നത് അമ്മിക്കല്ലിലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുണി കഴുകുന്ന കല്ലില്ലേ, അതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാടൊന്നും നമുക്കെടുത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റില്ല, കാരണം യൂസ് ചെയ്യുന്ന അന്ന് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അതുകൊണ്ട് നമ്മളിവിടെ ബദാം എടുത്ത് ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടുന്നതാണ്. ഈ ഒരു വെള്ള കളറിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മാത്രമേ ഇത് നന്നായിട്ട് അരച്ച് വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി കിട്ടുന്നതാണ്. ഇതുപോലെ നല്ല വെള്ള കളറിൽ കിട്ടും. കാഷ്യൂനട്ടും കൂടെ അരച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പൊടിയായിട്ടൊക്കെ ഇരിക്കും, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞൊക്കെ വിടുന്നതാണ്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ടൈം എടുത്താൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് അരച്ച് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ തേനെന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനും സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾ ചന്ദനത്തിൻ്റെ പൊടി വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിന് മുന്നേ വാങ്ങിക്കുന്ന കടയിൽ ചോദിക്കണം, ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുപോലെ മിന്ത്രയിലല്ല ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുപോലെ തന്നെ പർപ്പിളിലും ഒക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചന്ദനത്തിൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് റൈസ് പൗഡർ ചേർക്കാവുന്നതാണ്. അപ്പോൾ കൊറിയൻ ടൈപ്പ് സ്കിന്നുകാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് റൈസ് പൗഡർ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇത്ര നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാണ്. ചെറുതായിട്ടുള്ള പിമ്പിൾസിൻ്റെ മാർക്ക് ഉണ്ട്. അതിന് ഈ ഇടയ്ക്ക് വന്നതാണ്. ഞാൻ ഇത് മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫേസ് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പിമ്പിൾസിൻ്റെ മാർക്കൊന്നും കുറയാൻ സഹായിക്കില്ല. പക്ഷേ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു ഇന്നർ ഗ്ലോ നമുക്ക് തരാൻ സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ ഒരു ഇന്നർ ഗ്ലോ തരാൻ സഹായിക്കും. പക്ഷേ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഏകദേശം 1 മാസമോ അല്ലെങ്കിൽ 2-3 ആഴ്ചയോളം ടൈം എടുക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരു 4 ദിവസം എന്തായാലും നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടതാണ്. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു 7 ദിവസം സീരീസ് ആണ്. 7 ദിവസത്തെയാണ്. ആദ്യത്തെ ദിവസം ചെയ്യുള്ളത് ഞാൻ പറഞ്ഞു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തൊരു പാക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ ക്ലിയർ സ്കിൻ കിട്ടുന്നത്, അതുപോലെ സ്കിന്ന് ഗ്ലോയിങ് ആക്കി വെക്കുവാനും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതൊരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ പോരാ, ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു ഇന്നർ ഗ്ലോ നമുക്ക് കിട്ടാൻ സഹായിക്കുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉണങ്ങണം. അപ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആവില്ല, കാരണം ഇത് ഒരു ലെയർ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ഫേസിൽ നന്നായിട്ട് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം മസ്റ്റായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ആ 3 ദിവസം ഉപയോഗിച്ചതിന് ശേഷം എന്താണ് ചെയ്യാനുള്ളത് കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഫേസിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു മോയ്സ്ചറൈസറും അതുപോലെ ഫേസ് വാഷും കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളൊരു സൺസ്ക്രീനും മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് കൊണ്ടുവന്ന് കലവടയ്ക്കുന്നൊരു പരിപാടി കാണിക്കരുത്. ഇത് മൂന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷൈനസ്സും അതുപോലെ തന്നെ ആ ഒരു കിട്ടിയ ഗ്ലോയും ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടൊരു പാക്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടുമെന്നല്ല പറയുന്നത്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന രീതിക്ക് എന്നെ ഉപയോഗിച്ച് നോക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു സ്കിന്നിന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ചെയ്യുന്നത് 7 ഡേ സീരീസ് ആണ്. അതിൽ ഫസ്റ്റ് 2 ദിവസത്തെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ എത്ര ദിവസം ഇടവിട്ടാണ് ഇത് ഓരോന്ന് ചെയ്യുന്നതെന്നുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് ഓരോ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വീഡിയോസും സെക്കൻഡ് വീഡിയോസും ഒന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.